വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത 1-3 എന്ന പരിപാടിയിൽ നവ്യ നായരും നിത്യദാസും ഒരുമിച്ചു. അവരുടെ അത്ഭുതകരമായ സൗഹൃദം പ്രേക്ഷകരെ ആകർഷിച്ചു. പാട്ടുകൾ പാടി, രസകരമായ ഗെയിമുകൾ കളിച്ചു, സിനിമാ അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് അവർ വളരെ ആസ്വദിച്ചു. വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച നിത്യ 2 കുട്ടികളുടെ അമ്മയാണ്. 2001 പുറത്തിറങ്ങിയ ഈ പറക്കുംതളിക എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചപ്പോഴാണ് അവതാരകയായ റിമി ടോമി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സിനിമയുടെ സെറ്റുകളിൽ നിന്നുള്ള രസകരമായ ചില ഓർമ്മകൾ അവർ അവിടെ പങ്കുവച്ചു. പഞ്ചാബ് സ്വദേശിയായ നിത്യയുടെ ഭർത്താവ് അരവിന്ദ് സിംഗ് എയർ ഇന്ത്യയിൽ ജീവനക്കാരനാണ്. ഒരു വിമാനയാത്രികനെയാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയത്. 2007 ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വച്ച് അവർ വിവാഹിതരായി. കുടുംബം ഇപ്പോൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ 2 വലിയ സംവിധായകർ ഇരുവരും ചേർന്നാണ് തങ്ങളുടെ പ്രണയത്തിന് തുടക്കമിട്ടതെന്ന് നിത്യദാസ് പറയുന്നു. ചെന്നൈയിൽ നിന്ന് കോഴിക്കോടേക്ക് പോയ അതേ വിമാനത്തിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്തിനെയും സംവിധായകൻ വിനുവിനെയും ഞാൻ കണ്ടു. പരസ്പരം കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ നല്ല സമയം ആസ്വദിച്ചു. അപ്പോഴാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടത്. അയാൾ സുന്ദരനായി കാണപ്പെട്ടു. ഞാൻ സംവിധായകരോട് ഇതേ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത തവണ അതേ വിമാനത്തിൽ കയറിയപ്പോൾ അതേ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിമാനത്തിൽ കയറുമ്പോൾ 3-4 തവണ അത് സംഭവിച്ചു. ഞാൻ വിമാനത്തിൽ കയറുമ്പോൾ വീണ്ടും ആ വ്യക്തിയെ 3-4 തവണ ഞാൻ കാണാനിടയായി. പിന്നീട് ഞങ്ങൾ നമ്പർ കൈമാറി. താമസിയാതെ പ്രണയമായി. അത് വളർന്ന് വിവാഹത്തിൽ കലാശിച്ചു, നിത്യ ഓർമ്മിപ്പിച്ചു. മലയാളം, തമിഴ് ടെലിവിഷൻ പരമ്പരകൾക്കൊപ്പം മലയാള സിനിമയിലും ശ്രദ്ധേയമായ ഒരു ഇന്ത്യൻ നടിയാണ് നിത്യദാസ്. 2000ൻ്റെ തുടക്കത്തിൽ നിത്യദാസ് ചലച്ചിത്ര മേഖലയിൽ സജീവമായിരുന്നു. 2001 താഹ സംവിധാനം ചെയ്ത ദിലീപ് അഭിനയിച്ച ഈ പറക്കുംതളിക എന്ന ചിത്രത്തിലൂടെയാണ് അവർ തൻ്റെ കരിയർ ആരംഭിച്ചത്. ഈ വിജയകരമായ ചിത്രത്തിനു ശേഷം കലാഭമണിക്കൊപ്പം കൺമഷിയിൽ അഭിനയിച്ചു. ബാലേട്ടൻ, ചൂണ്ട, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, നഗരം, സൂര്യകിരീടം, നരിമാൻ എന്നിവയാണ് മലയാളത്തിലെ അവരുടെ മറ്റ് ചില ചിത്രങ്ങൾ. ചലച്ചിത്ര മേഖലയിൽ ഒരു ടാലൻറ്റ് സെർച്ച് പ്രോഗ്രാമിൽ നിരവധി അപേക്ഷകരിൽ നിന്നും അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 14 വർഷത്തിന് ശേഷം 2023 പുറത്തിറങ്ങിയ പള്ളിമണി എന്ന ചിത്രത്തിലൂടെ അവർ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് തിരിച്ചു വന്നു. നിത്യദാസ് അരവിന്ദ് സിംഗ് ജംവാളിനെ വിവാഹം കഴിച്ചു. 2005 ഇന്ത്യൻ എയർലൈൻസ് ചൈനയിലേക്ക് യാത്ര പോകുമ്പോഴാണ് നിത്യ അദ്ദേഹത്തെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. തുടക്കത്തിൽ അവർ കാശ്മീരിൽ സ്ഥിരതാമസമാക്കിയിരുന്നു. തുടർന്ന് കോഴിക്കോടേക്ക് സ്ഥലം മാറി.